മയിൽ വാഹനൻ്റെ മയിൽ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നു. കാക്ക അതിൻ്റെ പുറകെ നടക്കുക. കാക്കയുടെ സാമ്രാജ്യമാണ് എൻ്റെ വീട്ടുമുറ്റം. അവിടെ അതിക്രമിച്ച് കയറുന്നവരെയൊക്കെ കുത്തി ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. ഓരോ ജന്തുക്കൾക്കും അതിൻ്റേതായ സാമ്രാജ്യങ്ങൾ ഉണ്ട്. നമ്മൾ നമ്മുടെ അതിര് നിശ്ചയിച്ച് ആധാരവും പ്രമാണവും ഒക്കെ ചമച്ച് കരമടച്ച് നമ്മുടെ സ്വന്തമായി കണക്കാക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തമല്ല, മറ്റു പലരുടേതുമാണ്. എല്ലാ ജന്തുക്കൾക്കും ഒരേ അവകാശം, ഭൂമിയുടെ അവകാശികൾ. നമ്മൾക്ക് നമ്മുടെ രീതിയിലുള്ള അവകാശം, അവർക്ക് അവരുടെ രീതിയിലുള്ള അവകാശം. ആരും പൂർണ്ണ അവകാശികളായിട്ടില്ല. കണ്ടോ, കാക്ക അതിനെ ഞോണ്ടാൻ ചെന്നപ്പോൾ അത് പ്രതികരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കൊച്ചുമയിലായിരിക്കും. മയിലും കുഞ്ഞ പലപ്പോഴും ഇവിടെ വരുന്നതാണ്. ഞാൻ കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തു. അല്ല, കാക്കയെ ഓടിക്കുക. കാക്ക പിന്നെയും അതിൻ്റെ പുറകെ നടക്കുക. അല്ല, ചിലർ പറയും മയിലൊക്കെ വന്നാൽ അത് വലിയ ദോഷമാണ്, വരൾച്ചയുടെ ലക്ഷണമാണ് എന്നൊക്കെ ചില ശാസ്ത്രജ്ഞന്മാർ പറയും. അതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം കാലാവസ്ഥാ വ്യതിയാനം, കാട്ടിൽ ഭക്ഷണമില്ലായ്മ, അതിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കപ്പലണ്ടി ഇട്ട് കൊടുത്തോടെ മേലിങ്ങോട്ട് വന്നു കപ്പലണ്ടി കഴിക്കുക. കപ്പലണ്ടിയൊക്കെ ഇഷ്ടമുള്ള ധാന്യമാണ്. കാട്ടിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുന്നു എന്നുള്ളതാണ് ഈ വന്യമൃഗങ്ങളും വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം. മനുഷ്യർക്ക് ജീവിക്കണം എന്ന് മാത്രമേ മനുഷ്യനുള്ളൂ. മറ്റു ജന്തുജാലങ്ങൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ചോദ്യം, വിവരദോഷികളായ മനുഷ്യരുടെ ചോദ്യം. ഒരു സംഘടന വരെയുണ്ട്. അവർ പറയുന്നത് വന്യമൃഗങ്ങളെയൊക്കെ വേട്ടയാടി കൊല്ലണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഈ വന്യമൃഗങ്ങളും സസ്യജാലങ്ങളും എല്ലാം ഭൂമിയുടെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥ, അതായത് ഇക്വിലിബ്രിയം നിലനിർത്തുന്നതാണ്. ജന്തുജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ഇല്ലാതായാൽ നമ്മളും ഇല്ലാതാകും. നമ്മൾ പണ്ട് കാണുന്ന പൂമ്പാറ്റകൾ, നമ്മളുടെ തുമ്പി ഒക്കെ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. പക്ഷേ എൻ്റെ വീട്ടിലുണ്ട്. അത് ഒരു വനം പോലാണ് എൻ്റെ വീട്ടിലെ പരിസരമെല്ലാം. ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അത് നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല, സ്വയമായി ഉണ്ടായി വന്നതാണ്. എല്ലാ വൃക്ഷങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒട്ടനവധി ജന്തുക്കൾ വരാറുണ്ട്. കുളക്കോഴി, അങ്ങനെയൊക്കെ. എൻ്റെ വീട്ടിൽ എല്ലാ ജന്തുക്കൾക്കും ഭക്ഷണവും വെള്ളവും കൊടുക്കും. എൻ്റെ ഭാര്യ കുറച്ച് ചോറിട്ട് കൊടുത്താണ്
മയിലിന് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് കാക്കകളും കൂടിയിട്ടുണ്ട്. 2 കുഞ്ഞു കാക്കകളും അതിൻ്റെ തള്ളക്കാക്കയാണ്. അതിൻ്റെ വീഡിയോ നേരത്തെ എടുത്തിട്ടുണ്ട്. തള്ളക്കാക്ക ചോറൊക്കെ കൊത്തി അതിൻ്റെ വായി വെച്ച് കൊടുക്കും. മയിലും ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ മയിൽ വാഹനെ രാവിലെ കണ്ടു.